അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എന്നെ തന്നെ കാണാൻ ഞാനും അത്യാവശ്യം വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല. കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള സാധനങ്ങളില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 ദിവസമായിട്ടുള്ളൂ ഇത് ചെയ്തു തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കിപ്പോൾ ആദ്യത്തെ ദിവസത്തേനേക്കാളും ഇച്ചിരി കൂടി നല്ല മാറ്റം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇതിനേക്കാളും മോശമായിരുന്നു. ഇതുപോലെ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ എടുക്കുക എന്താണെങ്കിലും. ഇപ്പം ഞാൻ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാനങ്ങനെ തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. കാരണം എന്താണ്, ഇപ്പം ആകാശത്തിൻ്റെയാണ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാ പെറ്റുണ്ടെങ്കിൽ അതിൻ്റെ എന്താണെങ്കിലും ആയിക്കോട്ടെ, അത് ഇട്ട് വെക്കുക. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ കേട്ടോ, നിങ്ങൾക്കത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെയും ചെയ്യാൻ തോന്നും, പിന്നെ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നും. പക്ഷെ അത് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും തോന്നില്ല. കാരണം ഞാനും അങ്ങനെയായിരുന്നു. ഞാൻ ഇത് ചെയ്യണതിന് മുമ്പ്, ഇതുപോലത്തെ ഏത് വീഡിയോ ചെയ്യണതിന് മുമ്പ് എനിക്ക് ചെയ്യണം, നല്ല വീഡിയോ ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വീഡിയോ എപ്പോഴും പെർഫെക്റ്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ എനിക്കത് ഒരിക്കലും പറ്റില്ലായിരുന്നു. പെർഫെക്റ്റ് ആവാൻ നിന്ന് ഞാൻ വയസ്സനാവും. അതിന് മുമ്പ് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തുടങ്ങിയത്, എന്തിലാവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് വരെയും യൂട്യൂബ് എന്നെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോക്ക് അത്യാവശ്യം വീഡിയോക്ക് അല്ലെങ്കിലും ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂ കയറും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഷോർട്സിന് നല്ല വ്യൂ കയറും. നിങ്ങൾ ഷോർട്സ് ആയാലും ആദ്യം ഇട്ടാൽ മതി. ഞാനായിരുന്നു തന്നെ ഷോർട്സാണ് ഇട്ട് തുടങ്ങിയത്. അതിന് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ കയറും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറുതായിട്ട് കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഷോർട്സ് ഇട്ട് തുടങ്ങണമായിരിക്കും ഇച്ചിരി നല്ലത്. എന്നിട്ട് നിങ്ങൾ വീഡിയോയിലോട്ട് കയറുക. പിന്നെ ആദ്യം തന്നെ ചെയ്യുമ്പോൾ വീഡിയോയും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് വാച്ച് ഓവറൊക്കെ അതിനാണ് കൂടുതൽ കിട്ടുക. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഷോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ ഈ ഷോർട്ട് മാത്രം ചെയ്യാനുള്ളൊരു ഇത് വരും. പിന്നെ അത് വലിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഇത് പോവും. ഇപ്പം ഞാൻ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങുന്നത് കാരണം എനിക്ക് വലിയ വീഡിയോ ഇനിയും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കിതുപോലെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമെന്ന് അറിയില്ല, കാരണം ഞാൻ നല്ലൊരു ഇൻട്രോവേർട്ടാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ചലഞ്ചായിരിക്കും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് എന്തായാലും എനിക്ക് നല്ല മാറ്റമുണ്ട്. കാരണം ഇതുപോലെ അല്ലായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇച്ചിരി കൂടി വിക്കലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത്ര നേരം ഒറ്റ ഷോട്ടിലാണ് സംസാരിച്ചത്. ഇത്ര നാളും എനിക്ക് അങ്ങനെ ഒരു ഒറ്റ ഷോട്ടിൽ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ വീഡിയോക്ക് ഒറ്റ ഷോട്ടിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി കൂടി നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലത്തെ ഒരു വീഡിയോ എങ്കിലും ചെയ്തിടുക. ഇതേപോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിടുക. അതാണ് ഞാൻ പറയണത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോക്ക് ഒരൊറ്റ കമൻറ്റ് വന്നിട്ടുള്ളൂ. എനിക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഇല്ല. അതിനധികം ഈ വീഡിയോസ് അതിന് മലയാളികൾ കാണുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം കമൻറ്റൊന്നും വരാറില്ല. കമൻറ്റ് വന്നാലാണ് ഇത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ സ്കില്ലും കൂട്ടാം. മറ്റുള്ളവർക്ക് ഇത് വേണ്ടി മാത്രമല്ല. പിന്നെ എനിക്ക് പൈസ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. യൂട്യൂബിൽ കുറേ പേര് പൈസ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഈ മുറയൊക്കെ കണ്ടിട്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നാണ് എനിക്കറിയില്ലാത്ത. വേറെ വഴിയൊന്നുമില്ല. കാരണം ഇപ്പം ഇതുള്ളൂ. സെറ്റാവും. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊരു വീഡിയോ എടുത്തിടാം, അത് നിങ്ങളെ എന്തായാലും മാറ്റും. അപ്പം എൻ്റെ വീഡിയോ കൂടുതലും ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ വീഡിയോ ആയിരിക്കും. കൂടുതലും മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കും. എനിക്കത് വേറെ കണ്ടൻറ്റ് ചെയ്യണം ഇപ്പം. കാരണം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറയണത്, നമ്മളൊരു കാര്യത്തിൽ തന്നെ ഇതാക്കി നിൽക്കാമെന്നാണ്, പല കാര്യത്തിലേക്ക് മാറിയിരുന്നതാണ്. കാരണം എനിക്ക് വേറെ വീഡിയോ ഒക്കെ ചെയ്യാൻ, സയൻറ്റിഫിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന വ്യൂ മാറിപ്പോകുമെന്നൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ചെയ്ത് നോക്കും. കാരണം 2-3 കണ്ടൻറ്റ് ഞാനങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതുപോലെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും അധികം ആൾക്കാരൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കുറേ പേര് എന്നെ കാണുമല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ
അങ്ങനെയൊന്നുമില്ല, കുറേ പേരൊന്നും കാണൂല. ഇപ്പോൾ എനിക്കാദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അധികം ആൾക്കാരൊന്നും കാണൂല. എന്നാലും കുറച്ച് പേര് കാണും, അത് മതി. നമുക്ക് സമാധാനം കിട്ടാനുള്ള പേര് കാണും, അത് മതിയില്ലേ. ഒരുപാട് പേര് കാണേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറേ പേര് കാണും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാർ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ കാണും ഇങ്ങനെ കാണുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അങ്ങനെ കാണുന്ന സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുണ്ടാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ചെറിയ രീതിക്ക് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലൊരു വീഡിയോ ആ ഒരു റെക്കോർഡ് ബട്ടൺ നെക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് മനസ്സിലാവുള്ള. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കാം. ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും. അപ്പം ഇത്ര നേരം ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു താങ്ക് യു. അങ്ങനെ ആരും കാണാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.